ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ഡാൻസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ RDX പടം കണ്ടു. എൻ്റെ മോനെ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് രാവിലെ എണീറ്റ് ഉറങ്ങാണ്ട് രാവിലെ എണീറ്റ് പോയി കണ്ട പടമാണ് കിങ് ഓഫ് കൊത്ത. എനിക്ക് പേഴ്സണലി ഭയങ്കര ബോറായി തോന്നി. പക്ഷേ അത് ആ ഒരു എന്താ പറയുക, അവിടെ വന്നൊരു സീനില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് RDX ബെസ്റ്റായിരുന്നു. കണ്ട് ഞാൻ ക്ഷീണമായി കിടക്കുമ്പോൾ RDX കണ്ട് എൻ്റെ മോനെ അളിയ കിട്ടില്ലോ. ഇത് നമുക്ക് ഓണത്തിന് കിട്ടിയ ഒരു കോംബോ ഓഫർ പോലെയാണ്. അതായത് 3 പേരും ലാസ്റ്റിലേക്ക് ഒരു സീരൊക്കെ ഉണ്ട്. 3 പേര് വേറെ ലെവല്. അതാണ് എനിക്ക് ഓരോരുത്തരും അടിപൊളിയായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു അടി കാണിക്കുന്നു, പിന്നെ അത് ചെറിയൊരു സാഡിലേക്ക് വരുന്നു, പിന്നെ വരെ പഴയ കാലം, പിന്നെ അതിലും അടി, പിന്നെ അതിൽ റൊമാൻസ് കാണിക്കുന്നുണ്ട്. ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ ഞാൻ ഒരിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ അതിലത്തെ നടി അത്ര സുഖമില്ല, അതായത് ഷൈനികത്തിൻ്റെ ലവറായിട്ട് നിൽക്കുന്ന ആൾ അത്ര ഒരു ഫീല് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് ഞാൻ മാറ്റി പറയാണ്. കാരണം പടത്തിൽ നല്ല അടിപൊളിയായിരുന്നു. കിഡിലെ റോളൊക്കെ വെക്കുന്നുണ്ട്, നല്ല രസമുണ്ട് അത്. പിന്നെ അതിൽ ഇവർ രണ്ടാളും തരുന്ന ആ റൊമാൻസ് ഫീല് എനിക്ക് ഭയങ്കര വർക്കൗട്ടായി. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നൈസ് കോമഡി, അതും എനിക്ക് വർക്കൗട്ടായി. പിന്നെ കിഡിലും കുറേ സീൻസ് ഉണ്ട്. എൻ്റെ മോനെ ഫൈറ്റൊക്കെ അടിക്കുമ്പോൾ എൻ്റെ മോനെ കൈ ഇങ്ങനെ വന്ന് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോണ്ടല്ലോ, വിഷയാളിയ ഭയങ്കര കിഡില്ലേ. ആ സീനൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഫൈറ്റ്സിൽ ഭയങ്കര അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഒരു സാധാ ഒരു ലെവലിൽ അടിയൊക്കെ ഉണ്ട്, എന്നാലും സാധാരണ ലെവലിൽ പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ എൻഡിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര പൊരിഞ്ഞടിയാണ്. ഭയങ്കര അടിപൊളി. എനിക്ക് തോന്നുന്നു ഓണത്തിന് കുറച്ചും കൂടി കളക്ഷൻസ്, കാരണം ബോസ് അത്ര അടിപൊളിയില്ലാന്ന് കേട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ആ പടം എന്തോ കാണാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം കേട്ടോ, അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. എനിക്ക് ആ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ കാണിപ്പിക്കാനുള്ളൊരു മൂഡ് എനിക്ക് ആ പടത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല. പിന്നെ റിവ്യൂസൊക്കെ ഒന്നും അത്ര അടിപൊളിയല്ല എന്നാണ് കേട്ടത്. അതിനുകൊണ്ട് ഞാൻ പേഴ്സണലി പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഫാമിലി പടമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓണത്തിന് എന്താ പറയുക, രണ്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോവാം. പിന്നെ ഇത് RDX അങ്ങനെ പക്ക ഫാമിലി അല്ല, കാരണം ലാസ്റ്റിലേക്ക് പരത്തല്ലാണ്, അടിയാണ്. ആ ഒരു വൈബ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ആക്ഷൻ എടുത്ത് ഭയങ്കര അടിപൊളി. പിന്നെ ക്യാമറ കൺട്രോൾ ചെയ്തതും അതിൻ്റെ ഡയറക്ഷനൊക്കെ ഭയങ്കര എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സ്കോർ ചെയ്യുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അതിനൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. പിന്നെ എനിക്കത് ആ കോമഡി ഇടയ്ക്ക് ഇടുന്നുണ്ട്, അതൊരു രസം, നല്ല അടിപൊളി. ഞാനിപ്പോൾ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യും. ഈ 3 പടത്തിൽ ആരെങ്കിലും ചോദിക്കുകയാണ് നീ ഏത് പടം കാണാൻ പോകും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം RDX ആണ്. പക്ക ഞാൻ പറയാം RDX ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്, ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ RDX കണ്ടിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്യുക. അടിപൊളിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പീ എന്നുള്ള സാധനമെങ്കിലും ഒന്ന് അങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് പോട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ലവ് യു ഓൾ. അപ്പോൾ ഓക്കെ, ബൈ.